നിങ്ങളെൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കേ. അത് കഴിഞ്ഞ് എൻ്റെ താടിയിലേക്ക് നോക്കൂ. എൻ്റെ സ്കൈ ബ്ലോക്ക് ഡിലീറ്റ് ആയിപ്പോയി. ഈ സംഭവം എനിക്ക് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഞാൻ എൻ്റെ കുറേ പഴയ വേൾഡൊക്കെ ഞാൻ എൻ്റെ അടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഗെയിമൊന്നും ഇതായിപ്പോയി. ഇത് മൈൻക്രാഫ്റ്റ് അല്ല. ഈ ഗെയിമിന് എന്തോ ഇതായിട്ട് ഞാൻ പിന്നെ എന്തോ ബഗ്ഗായിട്ട് തോന്നുന്നു. ഞാൻ പിന്നെ ഒന്ന് ഇറങ്ങിയിട്ട് കയറി, ഫുള്ള് ലോഗൗട്ട് ആക്കിയിട്ടൊന്ന് കയറി നോക്കിയപ്പോൾ എൻ്റെ പഴയ വേൾഡ്സ് ഒന്നും കാണുന്നില്ല. എൻ്റെ ഹാർഡ് കോർ വേൾഡും എൻ്റെ സ്കൈ ബ്ലോക്ക് വേൾഡും പിന്നെ ഞാൻ ലെറ്റ്സ് പ്ലേ കളിച്ചുകൊണ്ടിരിക്കുന്ന വേൾഡും ഒന്നും കാണുന്നില്ല. എല്ലാം അത് പോയെന്ന് തോന്നുന്നു. ഞാനാണെങ്കിൽ ഇതും ചെയ്ത് വെച്ചിട്ടില്ല. സേവും ചെയ്ത് വെച്ചിട്ടില്ല. അതുകൊണ്ടിപ്പോൾ ഞാൻ എടുത്ത് നോക്കുമ്പോഴേ നമ്മളൊന്ന് ഓവർ വേൾഡ് ക്ലാസിക്കൽ ഗെയിം വന്നേക്കുന്നത്, നമ്മുടെ സ്കൈ ബ്ലോക്ക് പോയി. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇനി ഈ ഗെയിം ഞാൻ സ്കൈ ബ്ലോക്ക് കളിക്കുമ്പോൾ ഈ ഗെയിം ഇത് പുതിയ ലെറ്റ്സ് പ്ലേ സീരീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഗെയിം ഞാൻ കളിക്കുമ്പോൾ ഇത് സ്കൈ ബ്ലോക്ക് ഞാൻ കളിക്കുമ്പോൾ നല്ല കിടിലം ബേസ് തന്നെ ഞാൻ പണിയും. നമ്മൾ വെച്ച കോബിൾ സ്റ്റോണോ അതോ മാഗ്മ ബ്ലോക്കോ അങ്ങനത്തെ ഒരു ബ്ലോക്കും വെച്ചല്ല, നമ്മൾ കിടിലം ബേസ് തന്നെ നമ്മൾ പണിഞ്ഞിരിക്കും ഇനി സ്കൈ ബ്ലോക്ക് കളിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇത് പോയി. അപ്പോൾ വീഡിയോ ഇട്ടാൽ പറ്റും. കഴിഞ്ഞ ദിവസമാണ് ഐസ് പോയത്. പിന്നെ എനിക്ക് അടുത്ത ദിവസം വീഡിയോ ഇടാൻ കണ്ടിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ഒരു വേൾഡ് ഇത് ചെയ്തു. അപ്പോൾ ഈ ഇതിൽ നമ്മൾ ഫുൾ സർവൈവൽ ചെയ്ത് ഡ്രാഗനെ ഒന്ന് എലക്ട്ര എടുത്തിട്ട് നമ്മൾ ഈ ഗെയിം ഇത് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഈ ഗെയിം എന്നെ തോൽപ്പിക്കാൻ നോക്കുന്നു. എന്നാൽ പിന്നെ നമുക്ക് ആ ഗെയിമിനെ തന്നെ ഒന്ന് തോൽപ്പിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ താടിയിലോട്ട് നോക്കിയിട്ട് നമുക്ക് നേരെ കളി തുടങ്ങാം. ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ ആദ്യത്തെ നമുക്ക് ഫസ്റ്റ് ഒരു സ്പോട്ട് കണ്ടുപിടിക്കണം. ഒരു വില്ലേജിൽ തന്നെയാണ് ഞാൻ വന്ന് പെട്ടേക്കുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് മൈൻ ചെയ്ത ബ്ലോക്ക് അത് മാറ്റി വെക്കണം. അത് മാറ്റി വെക്കാം. നമുക്ക് ഫസ്റ്റ് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പോവാം. എന്നാലും ഗൈസ് എൻ്റെ സ്കൈ ബ്ലോക്ക് ആഗ്രഹിച്ച് പ്രോപ്പറായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഗെയിം അതിന് സെക്കൻഡ് ഫ്ലോർ പണിഞ്ഞ് അതിനകത്ത് വേണ്ട പ്ലാനും ചെയ്ത് അതിന് ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കി. ക്രിയേറ്റിവിറ്റിയും കാണുന്നില്ല, എല്ലാം പോയി. എൻ്റെ ഹാർഡ് കോർ വേൾഡ് വരെ പോയി. നമ്മൾ ഫസ്റ്റ് ഒരു ബെഡ് പൊട്ടിച്ചെടുക്കാം. ഈ വട്ടം ഞാൻ ഈ ഗെയിമിനെ തോൽപ്പിക്കാൻ പോവുക. ഈ ഗെയിം എന്നെ തോൽപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ ഗെയിമിനെ തോൽപ്പിക്കാൻ നോക്കുക. ഇതിവിടെ വെച്ചിട്ടാവട്ടെ. ഇവിടെ ബ്ലാസ്റ്റ് ഫർമസ് ഉണ്ട്. ഇവൻ്റെ മറ്റേ നമുക്ക് അയൺ ബൂട്ടോ വെറും 4 എമറാൾഡിനാ. ഓക്കെ, ഇവിടെ സ്റ്റോൺ ഗ്രൈൻഡറും ഉണ്ട്. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇനി ഈ ഗെയിമിനെ ഞാൻ തോൽപ്പിച്ചിട്ടേ ഇനി സ്കൈ ബ്ലോക്ക് ഞാൻ കളിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഒരു വില്ലേജിലാണ് സ്പോണായ. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഐസ് ബയോ ആണല്ലോ. ഐസ് ബയോ ഇല്ലാതെ ഈ വേൾഡിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കണം. പിന്നെ കുരി ഞാൻ വലിയ കുരി അയക്കുന്നു. ഈ ഗെയിം എന്നെ തോൽപ്പിക്കാൻ നോക്കുകയാണ്. എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. എനിക്കൊരു ഇവിടെ അപ്പുറത്തൊരു ഐലൻഡ് ഉണ്ട്. നമുക്ക് അങ്ങോട്ടും കൂടെ ഒന്ന് പോയാൽ നമുക്ക് ഫുഡിൻ്റെ കാര്യം പൊട്ടറ്റോ എൻ്റെ കിട്ടിയതെല്ലാം കുക്ക് ചെയ്യാനും പറ്റിയ അത് കുഴപ്പമില്ല. നമുക്ക് ഒന്നുകൂടെ വരാം. അടിയിലാണെങ്കിൽ ഡ്രൗണുണ്ട്. പിന്നെ എനിക്ക് ഓട്ടോ സേവ് ഇടാനുള്ള മോഡ് ഞാൻ ഇപ്പോൾ ചെയ്തു. ഇത് രണ്ടാമതും കൂടെ ഒന്ന് നമ്മുടെ വേൾഡ് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ സേവ് ചെയ്ത് വെക്കും. അങ്ങനെ എനിക്കൊരു ഇത് പറ്റിയതാണ് എൻ്റെ സ്കൈ ബ്ലോക്ക് വേൾഡ്. കുഴപ്പമില്ല. അതാണെന്ന് വെച്ചാൽ ഈ ഗെയിമിൽ നമ്മൾ സ്കൈ ബ്ലോക്ക് നമുക്ക് ഡ്രാഗനെ കൊല്ലാൻ പറ്റിയില്ല. പക്ഷേ ഈ വേൾഡ് ഞാൻ ഡ്രാഗനെയും കൊല്ലും. ഡ്രാഗനെയും കൊല്ലും, എലേറ്റർ എടുക്കും, പറന്നും നടക്കും. ഓക്കെ, അപ്പോൾ നല്ലൊരു പ്ലെയിൻസ് ഇതല്ലേ, ഇത് സ്ക്രൂസ് ബയോമല്ലേ? ഒരു പ്ലെയിൻസിലോട്ട് എത്തി. ഇവിടെ ഒറ്റയ്ക്കൊരു ബ്ലോക്കൊക്കെ ഇരിക്കുന്നു. കുഴപ്പമില്ല. ഞാൻ നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കണമല്ലോ. ഞാൻ സ്പോണാവുന്ന ഐലൻഡിനും ദൂരെ ആയിരിക്കുമല്ലോ. ഇവിടെ ഇഷ്ടംപോലെ സാൻഡുണ്ട്. ഇവിടെ ഒരു റിവറുണ്ട്. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മറ്റേ വില്ലേജ് ഉണ്ടല്ലോ, വില്ലേജിൻ്റെ അടുത്തായിട്ട് തന്നെ ഉണ്ടാക്കാം. ഞാൻ വില്ലേജിലോട്ട് ഒന്നുകൂടെ പോട്ടെ. ഗൈസ്, എന്നാലും ഞാൻ 49 ഡേയ്സ് കളിച്ചൊരു വേൾഡായിരുന്നു അത്. എനിക്ക് കുറേ പ്ലാൻസ് ഉള്ള എൻ്റെ ഫസ്റ്റ് വേൾഡായിരുന്നു ഡിലീറ്റ് ആയി പോയത്. അതുപോലെ ഈ ഗെയിം കാരണമാണ്. അതുകൊണ്ടാണ് ഈ ഗെയിമിനെ തോൽപ്പിക്കാൻ വേണ്ടി ഞാനുള്ളത്.
ഇതേ എൻ്റെ താടിയും വെച്ചോണ്ട്. ഈ താടിയും കണ്ണടയും വെച്ച് ഈ ഗെയിമിനെ ഞാൻ തോൽപ്പിക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. വേണമെങ്കിൽ ഞാൻ ആർമർ പോലും ഇല്ലാതെ ഡ്രാഗനെ പോയി കൊല്ലും. അത് വേണ്ട, നമുക്ക് ആർമർ ഇട്ട് ഞാൻ ഡ്രാഗനെ കൊല്ലും. ഇല്ല, ആർമർ ഇടാതെ വേണമെങ്കിൽ ഞാൻ ഡ്രാഗനെ കൊല്ലും. അത്രയ്ക്ക് ദേഷ്യമുണ്ട് എനിക്ക് ഈ ഗെയിമിനോട്. അപ്പോൾ ഗെയിമിൻ്റെ പ്രശ്നമാണോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഈ ഗെയിമിൽ ഡ്രാഗനെ ആർമർ ഇല്ലാതെ എന്തെങ്കിലും കൊല്ലും. പിന്നെ ഇപ്പോൾ നടന്നത് തന്നെ. വീട്ടിൽ പോകാം നമുക്ക്. ഒരു വീട് കണ്ടുപിടിച്ച്. ഇല്ല, നടക്കാം. വില്ലേജ് എത്തിയിട്ടുണ്ട്. വില്ലേജിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഒരു തട്ടിക്കൂട്ട് ബേസ് വെക്കാം. പിന്നെ ഈ എൻ്റർപ്രൈസ് നമ്മൾ ഫസ്റ്റ് മൈൻ ചെയ്യാൻ പോകുന്ന ബ്ലോക്ക് ഇങ്ങ് എടുത്തേക്കാം. ഇതാണ് ഞാൻ ഫസ്റ്റ് മൈൻ ചെയ്യാൻ പോകുന്ന ഈ ബ്ലോക്ക്. ഇത് മാറ്റി വെക്കണം. ഇത് ഇവിടെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ മേലെ അറിയാൻ വേണ്ടി സ്റ്റോൺ ഒരു കോസിയ ഡേർട്ടും കൂടെ വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബേസിക് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഞാൻ വിചാരിച്ചൊരു ഹാർഡ് കോർ സീരീസ് വേണമെന്ന്. വെറുതെ ഇത്ര ഇതൊക്കെ അടിച്ച് ഇൻട്രോ ഒക്കെ എടുത്തിട്ട് വെറുതെ തന്നെ നമ്മൾ പോയി തോക്കുന്നത്. അതെന്നെ ഞാൻ വിചാരിച്ചാൽ എന്നാൽ വേണ്ട, വെറുതെ റിസ്ക് എടുക്കണ്ട. ഇനി ഡ്രാഗനെ കൊന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അടുത്ത ഹാർഡ് കോർ സീരീസ് സ്റ്റാർട്ടാക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. അല്ലാതെ ഞാൻ ഡ്രാഗനെ കൊല്ലാനില്ല. ഡ്രാഗനെ കൊല്ലാൻ ഞാനില്ല. ഒരു പിക്കാക്സും ഉണ്ടാക്കി നമുക്ക് സ്റ്റോൺ ടൂൾസിലേക്ക് അപ്ഗ്രേഡ് ആവണം. അത് എത്രയും പെട്ടെന്ന് ആയേക്കാം. സ്റ്റോൺ ടൂൾസിലേക്ക് ലെറ്റ്സ് ഗോ. നമ്മൾ ഫസ്റ്റ് സ്റ്റോണും ഞാൻ മൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റോൺ ടൂൾസിലേക്ക് വേണ്ട സ്റ്റോണൊക്കെ ഞാൻ മൈൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു ബേസും കൂടെ തട്ടിക്കൂട്ടാം. അത്യാവശ്യം നല്ല ബേസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അണ്ടർ വാട്ടർ ബേസ് പണിയണമെന്നുണ്ട്. പക്ഷെ പറ്റുമെന്നൊന്നുമില്ല. കാരണം അതിന് മറ്റേ ബ്ലോക്കും സാൻഡും ഒക്കെ വെച്ച് ഇത് ചെയ്യണം. അതിനുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ആ പരിപാടി നമുക്ക് വേണ്ട. നമുക്ക് വല്ല സാറ്റർ ബേസ് ആയിട്ട് സൈഡിലോ വെച്ചേക്കാം. ഓക്കെ, ഇപ്പം എൻ്റെ ഫസ്റ്റ് മൈൻ ചെയ്ത് ബ്ലോക്ക് എടുക്കല്ലേ. ഓക്കെ, ഈ മരത്തിൻ്റെ ഒരു വുഡും കൂടി ഇങ്ങനെ എടുത്തേക്കാം. വാ, ഇതെടുത്ത് നേരെ വുഡാക്കി സ്റ്റിക്കാക്കട്ടെ. സ്റ്റിക്കാക്കി കഴിഞ്ഞ് നേരെ സ്റ്റോൺ ടൂൾസിലേക്ക് അപ്ഗ്രേഡ് ആയേക്കാം. ഒരു ഷവല്, ഒരു അതെ, ഫുൾ സ്റ്റോൺ ടൂൾസായി. വേൾഡ് ഈസിയായി. ഈ വേൾഡ് ഞാൻ കംപ്ലീറ്റ് ആക്കി. ഇപ്പം തന്നെ കംപ്ലീറ്റ് ആക്കിയേക്കാം. ഇത്ര സമയമൊന്നും വേണ്ട എനിക്ക്. ഫുള്ള് സെറ്റ്. ഇനി എനിക്കൊരു സ്റ്റാർട്ടർ ബേസും കൂടെ മാത്രം ഉണ്ടാക്കിയാൽ മതി. ഇവിടെ ആണെങ്കിൽ വില്ലേജറും ഉണ്ട്. അത്യാവശ്യം നമുക്ക് വേണ്ട എൻചാൻറ്റിങ്ങൊക്കെ സെറ്റാക്കാനായിട്ട് വന്നാൽ മതി. പിന്നെ നമുക്ക് വേറെ അങ്ങോട്ടൊക്കെ പോകണം. തൽക്കാലം ഞാൻ ഇവിടെ സ്പോണാവുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു ബേസ് വെക്കാനായിട്ടുള്ള സാധനങ്ങളും കൂടെ ഒന്ന് ഇത് ചെയ്യണം. ബേസ് വെക്കാനുള്ള മെറ്റീരിയൽസും കൂടെ ഞാൻ സെറ്റാക്കാം. ഒരുത്തൻ്റെ വീടല്ലേ അവിടെ നിന്ന് കത്തുന്നത്. എന്ത് ചെയ്യാനാ. ഇപ്പം കമൻറ്റ് ഇടും ഞാൻ ആ വീട് കത്തിച്ചെന്ന്. എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ഇതിലേ പോയപ്പോൾ കണ്ടത്. അയ്യോ എനിക്കൊന്നും അറിയത്തില്ലേ. ഞാനാ കത്തിച്ച. നമ്മൾ ഫസ്റ്റ് മൈൻഡ്. എടാ, ഇവിടെ ലാവാപ്പൂട് വെറുതെ അല്ല. ഇവൻ്റെയൊക്കെ വീട് കത്തി എന്തായാലും വെറുതെ കത്തിപ്പോന്ന് കൊണ്ട് വെച്ചിട്ട് എടുത്തേക്കാം. ഞാനൊന്നും അല്ല കത്തിച്ചത്. ഈ ലാവയല്ല. പിന്നെ ഇനി ഞാൻ കത്തിച്ചെന്ന് പറഞ്ഞു. എടാ മോനെ, നിൻ്റെ വീട് ഇന്ന് കത്തുന്നതാ. നോക്കൂ. പോട്ടെ കേട്ടോ. നമുക്ക് ശരിയാക്കാം. തെങ്ങനായിരുന്നു ഉണക്കുന്ന. വുഡ് കത്തി തീർന്നു. കത്തട്ടെ, നിന്ന് കത്തിക്കോ. ഇവിടെ ലാവാപ്പൂടുണ്ട്. ഒരു ബക്കറ്റ് ഒപ്പിക്കാനായിട്ട് ഒരു അയൺ ഗോളം ഇതിലുണ്ടായിരുന്നു. അവനൊന്നും ചെയ്യണ്ട. എൻ്റെ സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കണം. നൈറ്റായി കിടന്നുറങ്ങിയിട്ടും അല്ല സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കാം. പറ്റത്തില്ല. സ്റ്റാർട്ടർ ബേസിലേ കിടന്നുറങ്ങാൻ പറ്റത്തുള്ളൂ. സൺസെറ്റ് കാണാൻ പറ്റിയ വ്യൂ. ഇപ്പം ചത്തേനെ. അപ്പം നമ്മുടെ ഫസ്റ്റ് വീടിൻ്റെ പണി തുടങ്ങിയേക്കാം. ഇത് ഭയങ്കര വീടാട്ടെ. ക്രിയേറ്റിവിറ്റിയുടെ വേണ്ട, ഇപ്പോൾ പറയണ്ട. ഞാൻ ഒന്ന് ഉറങ്ങട്ടെ. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് നൈറ്റ് നമ്മൾ സ്ലീപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് വേൾഡിൽ. ഈ വേൾഡിൻ്റെ പേര് ലെറ്റ്സ് പ്ലേ വേൾഡ് എന്നായിരിക്കും. ഓക്കെ, ഇത് പൊട്ടിച്ചെടുക്കട്ടെ. ഇങ്ങോട്ട് വാ. അവൻ്റെ വീട് കത്തിയ പോലെ എൻ്റെ വീട് കത്തത്തില്ല. കാരണം എൻ്റെ വീട് നല്ല സുരക്ഷിതമായിട്ടുള്ള APK വൈറസ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ APK വൈറസ്? നിങ്ങൾ പരസ്യം കണ്ടിട്ടില്ലേ? APK വൈറസിന് വീടിനും ആർക്കും അപകടം ഉണ്ടാവില്ല. അവനൊക്കെ APK വെക്കാനുള്ളതിന് സാധാരണ ഏതെങ്കിലും ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ
തീ പിടിക്കാതെ പിടിക്കും. APK ഉപയോഗിക്കുക, തീയൊന്നും പിടിക്കില്ല. ഓക്കെ, നമ്മുടെ വീട് പണി സ്റ്റാർട്ടായിട്ടുണ്ട്. എല്ലാവരും ഞാൻ വിളിക്കാം, പാല് കാച്ചിന് എല്ലാവരും വിളിക്കാം. പാല് കാച്ചാനായിട്ടുള്ള പാലില്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും കാച്ചാം. ഈ ഡോറിനും കൂടെ ഇവിടെ വെച്ചാൽ, അയ്യോ ഡോർ ഞാൻ കഷ്ടപ്പെട്ടോ ഉണ്ടാക്കിയത്, ആരും അടിച്ചു മാറ്റിയതല്ല. അങ്ങനെ സൺസെറ്റുള്ള വ്യൂ ഉള്ള നമ്മുടെ വീട് ഉണ്ടോ. എൻ്റെ വീട് കണ്ടോ? എൻ്റെ വീട് പോലെ ആർക്കെങ്കിലും നല്ല വീടുണ്ടോ? അതെ നിങ്ങൾക്ക് അതെ ഇവിടെ ഇത് കുഴിച്ചിട്ട് ഇവിടെ ഇത് വെക്കാം. കണ്ടോ? ഇതുണ്ടോ? ഇത് ഇങ്ങനത്തെ വീട് ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോടാ? അയ്യോ വീട് എന്നോട് കളിക്കല്ലേ, എന്നോട് കളിച്ച അക്കള് തീക്കള് സൂക്ഷിച്ചോ. അതെ ഇത് കഴിക്കാനേ എൻ്റെ ഇതെന്തൊരു കഷ്ടമാണ് നോക്കണേ. ഇതും ഈ സാധനം കേട്ടോ. ഇവിടുത്തെ പുല്ലൊന്നും വേണ്ട, ഞാൻ എല്ലാം ഇത് ചെയ്യാൻ പോവാ, പിച്ച് ചെയ്യാൻ പോവാ. എന്നെ ഇപ്പോൾ പേടിപ്പിക്കുന്നത് ഞാൻ ആരാ? അയ്യോ പറഞ്ഞു വന്നേനാ. നമുക്കൊരു ബക്കറ്റും കൂടെ ഉണ്ടാക്കി. ഇന്നത്തെ നെതർ പോട്ടും കൂടെ ഉണ്ട്. ബക്കറ്റ് ഇത് ചെയ്യാൻ അയൺ തപ്പണം. ഇവിടെ ഒരു അയൻകോളം ഉണ്ട്, അവനെ വെറുതെ വിട്ടെ. ഗൈസ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുമ്പിൽ കൂടെ അയൻകോളം വന്നിട്ട് പറയുക, എടാ എൻ്റെ കഷ്ടപ്പാട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നീ കുറച്ച് അയൺ എടുത്തോന്ന് പറയുന്നത്. അവൻ ഇപ്പോൾ ഭാവിയായിട്ട് പോയി. എന്തായാലും 4 അയൺകോട്ട് കിട്ടി. അവൻ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് തന്നെയല്ലേ. ഇതുകൊണ്ട് വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് നമുക്കൊരു ഇതും കൂടെ ഉണ്ടാക്കി ഇന്നത്തെ വീഡിയോ. ഇത് എൻ്റെ വീട് ഇതുണ്ടോ? വേറെ ബ്ലോക്കോ? എന്തായാലും അവിടെ അവനെ നീ എന്തിനാ അവനെ കൊന്നേ? എന്തിനാണോ അവനെ കൊന്നേ? ഒറ്റ അടിച്ചു തന്നിരിക്കും കേട്ടോ. അടിക്കത്തില്ലെന്നോ? നീ തന്നെ പേടിയില്ലേ? പേടിക്കണ്ട, വാ മോനെ കടി. നീ മേലെ നീ ആരാ ഒന്നും ചെയ്തേക്കരുത് കേട്ടല്ലോ. ഞാനാ ഇവിടുത്തെ ഗ്യാങ്സ്റ്റർ, ഞാനായി ഇവിടെ ഈ വേൾഡിലെ രാജാവ്. എന്നിട്ട് അവൻ ഒരു പാവമാട് ഇതിലേക്ക് നടന്നു പോകുമായിരുന്നു. ഞാൻ പോലും ആരെയും കൊല്ലത്തില്ല. അയൻകോളം വരെ. അയ്യോ വീട്ടിൽ തന്നെ ഇരുട്ടാ. ഒരു ഫർമസും കൂടെ ഉണ്ടാക്കിയില്ലെങ്കിലേ എന്തായാലും ഇവിടെ എന്തായാലും സ്പോണാവും. കുഴപ്പമില്ല, ഞാൻ ബക്കറ്റ് ഉണ്ടാക്കാൻ പോകും. ബക്കറ്റ് ഉണ്ടാക്കി ഇന്നത്തെ വീഡിയോ എപ്പിസോഡ് ഞാൻ പറയട്ടെ, വെളിയിലോട്ട് ഇറങ്ങട്ടെ, വീഡിയോ വൈൻഡപ്പ് ചെയ്യും. എല്ലാവരും കേട്ടോ, ഇതാണ് എൻ്റെ വേൾഡ്. ഞാൻ ഈ ഗെയിമിനെ ബീറ്റ് ചെയ്യാൻ പോവുക. ഈ ഗെയിം എന്നെ തോൽപ്പിക്കാൻ നോക്കും, പക്ഷേ ഈ ഗെയിമിനെ ഞാൻ തോൽപ്പിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് കൂടെ ബെല്ലൈക്കനും എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോ ബൈ.